നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 4-ാം തീയതി വ്യാഴാഴ്ച. 1201 ആണ്ട് ചിങ്ങമാസം 19-ാം തീയതി. ഇന്ന് ഒന്നാം ഓണമാണ്, അതായത് ഉത്രാടം ആണ്. ഇന്ന് ഉത്രാടപ്പാച്ചിലിൻ്റെ ദിവസമാണ്. ശുഭദിനമാണ്, കാരണം ഉത്രാടം ശുഭനക്ഷത്രമാണ്. മഹാഗുരുവിൻ്റെ ദിവസമായ വ്യാഴാഴ്ചയാണ്. വളരെ ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണ് ഇന്ന്. എല്ലാ രീതിയിലും നമുക്ക് വ്യാഴഭഗവാന്റെ ദിവസം, നല്ല ഒന്നാം ഓണം, വളരെ സന്തോഷപ്രദമായ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് എന്ത് കാര്യത്തിന് വേണം നമുക്ക് ഇറങ്ങാം, കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. അതേപോലെ തന്നെ ചിങ്ങമാസത്തിലെ ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യാഴാഴ്ചയാണ് ബർത്ത്ഡേ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് വരാവുന്നതിൽ വച്ച് ഏറ്റവും നല്ല ദിവസം. ശരിക്ക് വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ബലവാനാണ് മഹാഗുരുവായ വ്യാഴം. വ്യാഴത്തിൻ്റെ ദിവസവും വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി, ഉയർച്ച, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കാനിട വരും, സാമ്പത്തിക നേട്ടം വരും, ഊഹ കച്ചവടങ്ങളിൽ നിന്നോ അല്ലാതെ അപ്രതീക്ഷിത ധനനേട്ടം വന്നു ചേരും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി, നല്ല ദിവസമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാല സമയം ഉച്ച സമയമാണ് രാവുകാലമായി വന്നിരിക്കുന്നത്. അതായത് 1:30 മണി മുതൽ 3 മണി വരെയാണ് രാവുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1:30 മണിക്ക് തുടങ്ങില്ല, 1:55 രാവുകാലം തുടങ്ങുകയുള്ളൂ. 3:30 മണിക്ക് രാവുകാലം തീരില്ല. 3 മണി 26 മിനിറ്റ് വരെ, ശരിക്ക് 1:30 മണി മുതൽ 3 മണി വരെ രാവുകാലം നിൽക്കണം. 3:26 രാവുകാലം തീരുള്ളൂ. അപ്പോൾ രാവുകാല സമയം ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങരുത്. രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ ഓരോ കാര്യത്തിന് ഇറങ്ങണം. അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത്, ഗുളികൻ്റെ സമയം വരുന്നത് 9:21 തൊട്ട് 10:52 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:19 തൊട്ട് 7:50 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്ന് മുഹൂർത്തമുള്ള ദിവസമാണ്, നല്ല ദിവസമാണ്. എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:59 തൊട്ട് 12:47 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമ്മൾ ഓരോ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് ഭാഗ്യദായകമായി തീരും. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ദിവസമാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. മഞ്ഞ വസ്ത്രമോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ഗോൾഡൻ കളറോ ഒക്കെ നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.